നമസ്കാരം. നമ്മളിന്ന് ആം, ഇസ്ലാമിൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം അതിനെക്കുറിച്ചാണല്ലോ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. അതെ. വിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ വെച്ച്. ഉം, പ്രത്യേകിച്ച് ഈ റഹം എന്ന വാക്ക്, അതായത് ഗർഭപാത്രം എന്നർത്ഥം വരുന്ന വാക്ക്, അതിനെന്താണിത്ര പ്രാധാന്യം? എന്താണതിലെ ഊന്നൽ? അതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും. ഈ റഹം എന്ന വാക്കിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഓഹോ. അത് അള്ളാഹുവിന്റെ അർ-റഹ്മാൻ എന്ന നാമത്തിൽ നിന്നാണ് വരുന്നത്. പരമകാരുണികൻ എന്നാണല്ലോ അർത്ഥം. ശരിയാണ്. അപ്പോ ആ ഒരു ഭാഷാപരമായ ബന്ധം തന്നെ ഈ വിഷയത്തിന്റെ ആത്മീയമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. ശരി ശരി. അപ്പോൾ നമുക്ക് ഒരു ഹദീസിൽ നിന്ന് തുടങ്ങിയാലോ? ഈ ബന്ധം എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുന്ന ഒന്ന്. ആവാ. ഈ ഹദീസിൽ പറയുന്നത് റഹം അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമത്രേ. എന്നിട്ട് പറയും, എന്നോടുള്ള ബന്ധം ആളുകൾ മുറിച്ചു കളയുന്നു എന്ന്, ഒരു പരാതി പോലെ. ഉം, അപ്പോൾ അള്ളാഹു ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. നിന്നോടാര് ബന്ധം പുലർത്തുന്നോ അവനുമായി ഞാനും ബന്ധം പുലർത്തും. ഓഹോ. നിന്നോടാര് ബന്ധം മുറിക്കുന്നോ അവനുമായി ഞാനും ബന്ധം മുറിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൗരവം തോന്നുന്നുണ്ടല്ലേ? ഉറപ്പായും. ഇതിന്റെ ആ ഒരു ഗൗരവം ഖുറാനിലെ ഒരു ആയത്ത്, അതായത് സൂറത്ത് മുഹമ്മദിലെ 22, 23 വചനങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അവിടെ പറയുന്നത്, നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ഈ കുടുംബബന്ധങ്ങൾ മുറിച്ചുകളയുകയും ചെയ്യുമോ എന്നാണ്. അങ്ങനെ ചെയ്യുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അവരെ ബധിരരും അന്ധരുമാക്കിയിരിക്കുന്നു എന്നും പറയുന്നു. അല്ലാഹ്, അത് വളരെ ശക്തമായ താക്കീതാണല്ലോ. വളരെ ശക്തമായ താക്കീതാണ്. കാരണം ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബന്ധങ്ങൾ മുറിക്കുന്നത് ഒരു വ്യക്തിയും അല്ലാഹുവും തമ്മിലുള്ള ബന്ധത്തെ നേരിട്ട് ബാധിക്കുന്നു എന്നതാണ്. ഖുർആനിൽ തന്നെ സൂറത്ത് നിസായിലെ ആദ്യ വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക, ഏതൊരു അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നുവോ അവനെ. എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നത് കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക എന്നാണ്. വൽ അർഹാം. ആ ഒരു ക്രമം, ആദ്യം ദൈവഭയം, തഖ്വ, പിന്നെ ഉടനെ കുടുംബബന്ധം, അത് ശ്രദ്ധേയമാണ്. അതെ, ആ ക്രമം വളരെ പ്രധാനമാണ്. ഈ കുടുംബബന്ധം ചേർക്കേണ്ടതിന്റെ പ്രാധാന്യം മറ്റു പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളോടൊപ്പം ചേർത്ത് പറയുന്നതും കാണാറുണ്ടല്ലോ. ഉണ്ട്, ധാരാളം സ്ഥലങ്ങളിൽ. ഉദാഹരണത്തിന് ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞ ശേഷം തൊട്ടടുത്ത വചനങ്ങളിൽ ബന്ധുക്കൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും അവരുടെ അവകാശം നൽകുക എന്നും പറയുന്നുണ്ട്. ശരിയാണ്. അതുപോലെ സൂറത്ത് നിസായിൽ ഏകദൈവാരാധന, മാതാപിതാക്കൾ, അനാഥർ, അഗതികൾ, അടുത്ത അയൽക്കാർ, അകന്ന അയൽക്കാർ, ഇവരോടൊക്കെ നന്മ ചെയ്യാൻ പറഞ്ഞതിന്റെ കൂടെ വദിൽ കുർബ, അടുത്ത ബന്ധുക്കളോടും നന്മ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു. കറക്റ്റ്. പണ്ട് അബൂ സുഫ്യാനും ഹിറാക്ലിയസ് ചക്രവർത്തിയുമായൊരു സംഭാഷണം നടന്നിരുന്നല്ലോ. അന്ന് ഹിറാക്ലിയസ് ചോദിക്കുന്നുണ്ട്, ഈ പ്രവാചകൻ നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അബൂ സുഫിയാൻ കൊടുത്ത മറുപടിയിലുണ്ട്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും അവനിൽ പങ്കുചേർക്കാതിരിക്കാനും നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പിന്നെ കുടുംബബന്ധം ചേർക്കാനും കൽപ്പിക്കുന്നു എന്ന്. അതെ. അപ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം എന്താണ് വ്യക്തമാക്കുന്നത്? കുടുംബബന്ധം നിലനിർത്തുക എന്നത് വെറും ഒരു സാമൂഹിക മര്യാദയോ ഒരു നല്ല ശീലമോ അല്ല. മറിച്ച് അത് ആരാധനയുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നാണ്. ശരി ശരി. പ്രവാചകൻ തന്നെ തന്റെ ദൗത്യം എന്താണെന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. ഓഹോ. അതിൽ പറയുന്നത്, കുടുംബബന്ധം ചേർക്കുന്നതിനും വിഗ്രഹങ്ങളെ തകർക്കുന്നതിനും അല്ലാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതിൽ ഇതുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, പിന്നെ കുടുംബബന്ധം ചേർക്കുക. വീണ്ടും വന്നു കുടുംബബന്ധം. പിന്നെ എന്നെ ശരിക്കും ആകർഷിച്ചൊരു ഹദീസുണ്ട്, അനസ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ പറയുന്നത്, ആരെങ്കിലും തന്റെ ഉപജീവനത്തിൽ വർധനവും ദീർഘായുസ്സും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് റിസ്കിൽ ബറക്കത്തും ആയുസ്സിൽ ദീർഘവും വേണമെങ്കിൽ, അതെ, അവൻ തന്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന്. ഇത് പരലോകത്തെ കാര്യം മാത്രമല്ല, ഈ ദുനിയാവിലെ ജീവിതത്തിലും അതിന്റെ നല്ല ഫലം കിട്ടും എന്ന് പറയുന്നു. തീർച്ചയായും. എന്നാൽ ഇതിന്റെ മറുപുറവും നമ്മൾ കാണാതെ പോകരുത്. അതായത് ബന്ധം മുറിക്കുന്നതിന്റെ ഭവിഷ്യത്ത്. അതെ, ബന്ധം മുറിക്കുന്നത് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്ന് മാത്രമല്ല, അത് സ്വർഗപ്രവേശനം തടയുന്നൊരു കാര്യമാണെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഓഹോ. എന്തിനധികം, കുടുംബബന്ധം മുറിച്ച ഒരാളൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുകയില്ല എന്നുവരെ ഹദീസിലുണ്ട്. അത്ര ഗൗരവമുള്ള കാര്യമാണോ അത്? അതെ. അബൂ ഹുറൈറ റാവിന്റെ ഒരു സംഭവം ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഒരു സദസ്സിലിരിക്കുമ്പോൾ പറഞ്ഞു,
കുടുംബബന്ധം മുറിച്ച ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന്. എന്തിന്? കാരണം അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ അവിടെയുണ്ടെങ്കിൽ തന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ലെന്ന് അദ്ദേഹം ഭയന്നു. ശരിക്കും? അതെ, അദ്ദേഹം തന്നെ മറ്റൊരിക്കൽ പറയുന്നുണ്ട്, എല്ലാ വ്യാഴാഴ്ച രാവിലും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടും. അപ്പോ എല്ലാവരുടേതും സ്വീകരിക്കും, രണ്ടു കൂട്ടരുടേതും ഒഴികെ, അള്ളാഹുവിൽ പങ്കുചേർത്തവന്റെയും കുടുംബബന്ധം മുറിച്ചവന്റെയും. ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതെ. എന്നാൽ ഇതിന്റെ നല്ല വശം, ബന്ധുക്കൾക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്താൽ അതിന് ഇരട്ടി പ്രതിഫലമുണ്ടെന്നും കേട്ടിട്ടുണ്ട്. ശരിയാണ്. അതിനും ഹദീസിൽ തെളിവുണ്ട്. ഒന്ന്, ബന്ധം ചേർത്തതിന്റെ പുണ്യം. മറ്റൊന്ന്, ദാനം അഥവാ സ്വതക്ക ചെയ്തതിന്റെ പുണ്യം. ഓഹോ, രണ്ടും ഒരുമിച്ച് കിട്ടും. അതെ. അബ്ദുല്ലാഹിബ്ന് മസ്ഊദിന്റെ ഭാര്യ സൈനബ് അവർക്ക് കുറച്ച് സ്വത്തുണ്ടായിരുന്നു. അവർക്ക് ഭർത്താവും പിന്നെ അവരുടെ സംരക്ഷണയിൽ കുറച്ച് അനാഥ കുട്ടികളും ഉണ്ടായിരുന്നു. ശരി. അവർ പ്രവാചകനോട് ചോദിച്ചു, ഇവർക്ക് ഞാൻ എന്റെ സ്വത്തിൽ നിന്ന് സ്വതക്ക നൽകിയാൽ അതിന് പ്രതിഫലമുണ്ടോ എന്ന്. അപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി, അതെ, നിനക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന് കുടുംബബന്ധം ചേർത്തതിന്റെയും മറ്റൊന്ന് സ്വതക്ക നൽകിയതിന്റെയും എന്നാണ്. വളരെ നല്ല കാര്യം. അതുപോലെ അബൂ തൽഹ എന്ന സഹാബിക്ക് മദീനയിൽ ഒരുപാട് ഈന്തപ്പനത്തോട്ടങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ബൈറൂഹ എന്ന തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. പ്രവാചകൻ അതു കേട്ടപ്പോൾ പറഞ്ഞു, അത് വളരെ നല്ല കാര്യം, പക്ഷേ അത് നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നൽകുന്നതാണ് കൂടുതൽ ഉചിതം എന്ന്. അപ്പോ സ്വന്തം ബന്ധുക്കൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്? അതെ, ദാനധർമ്മങ്ങളിൽ പോലും ഏറ്റവും അടുത്തവർക്കാണ് ആദ്യ പരിഗണന. ഈ ബന്ധങ്ങളിൽ തന്നെ ആർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്നതിനും ഒരു ക്രമമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതും ഹദീസിൽ വ്യക്തമാണ്. ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ നല്ല സഹവാസത്തിന് ഏറ്റവും അർഹനാരാണ്? എന്തായിരുന്നു മറുപടി? പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മ. അയാൾ വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? പ്രവാചകൻ വീണ്ടും പറഞ്ഞു, നിന്റെ ഉമ്മ. മൂന്നാമതും ചോദിച്ചപ്പോൾ ഉത്തരം നിന്റെ ഉമ്മ. 3 തവണ ഉമ്മ എന്ന് പറഞ്ഞു. അതെ. 4ാമത്തെ തവണ ചോദിച്ചപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, പിന്നെ നിന്റെ ഉപ്പ. അതിനുശേഷം പിന്നെ നിന്നോട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അങ്ങനെ ക്രമത്തിൽ എന്നും പറഞ്ഞു. അപ്പൊ മാതാവിന് അത്രയും ഉയർന്ന സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും. ആ കരുതലിന്റെ വലയം തുടങ്ങുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. പിന്നെ അത് അടുത്ത ബന്ധുക്കളിലേക്കും അകന്ന ബന്ധുക്കളിലേക്കും വ്യാപിക്കുന്നു. നമ്മൾ ആദ്യം സംസാരിച്ച ആ റഹ്മാൻ ബന്ധം ഓർക്കണം. ശരിയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ് ഈ ബന്ധങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം. അല്ലാഹു റഹമിന് അതിന്റെ പേര് നൽകിയത് തന്റെ റഹ്മാൻ എന്ന നാമത്തിൽ നിന്നാണെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ, ഇസ്ലാമിൽ കുടുംബബന്ധം നിലനിർത്തുക എന്നത് വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഒരു ഭാഗമാണല്ലേ? അതെ അതെ. അത് വെറുമൊരു സാമൂഹിക കാര്യമല്ല. അത് അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെയും അവന്റെ കാരുണ്യം ലഭിക്കുന്നതിനെയും, എന്തിനധികം നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിലെ ഐശ്വര്യം, അതായത് ഉപജീവനം, ആയുസ്, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ്. തീർച്ചയായും. പരലോകത്തിലെ വിജയവുമായും അത് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇതൊരു ഓപ്ഷനല്ല, ഒരു നിർബന്ധ ബാധ്യതയാണ്. വലിയ പ്രത്യാഘാതങ്ങളുള്ള ഒന്ന്. വളരെ ശരിയാണ്. അപ്പോ ഈ ഒരു തിരിച്ചറിവ് കിട്ടിയ സ്ഥിതിക്ക് ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തർക്കും സ്വന്തം കുടുംബബന്ധങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാവുന്നതാണ്. അടുത്ത ബന്ധങ്ങൾ, ഒരു പക്ഷേ കുറച്ചു കാലമായി ശ്രദ്ധ കൊടുക്കാൻ പറ്റാതിരുന്ന അകന്ന ബന്ധുക്കൾ, അവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണ്? നമ്മൾ അതിനെന്ത് വിലയാണ് കൊടുക്കുന്നത്? ശരിയാണ്. ആ ബന്ധങ്ങൾ ഒന്നുകൂടി ഊഷ്മളമാക്കാൻ ഒരു പക്ഷേ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റും? ഒരു ഫോൺ കോൾ, അതോ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നേരിട്ടൊരു കൂടിക്കാഴ്ച? അതൊരു നല്ല ചിന്തയാണ്. അതെ. ആ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുന്നു. നിങ്ങളുടെ ബന്ധങ്ങളെ എങ്ങനെ പുതുക്കാം, എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് ചിന്തിക്കാൻ.